ബിസിനസ് മാനേജ്മെൻറ്റിൻ്റെ 5ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 28ാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ഡിസ്കസ് ചെയ്താണ് 4ാമത്തെ വീഡിയോയിൽ. ഒന്നുകൂടി അത് പറയുകയാണ്. എന്താണ് ഫോർമൽ ഓർഗനൈസേഷൻ, എന്താണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഇവ തമ്മിലുള്ള വ്യത്യാസം. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുക. എന്നാൽ സ്ഥാപനത്തിലെ തൊഴിലാളികൾ അവർ തമ്മിൽ അവരുടെ സ്നേഹബന്ധത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ കായിക അഭിരുചികളുടെ പേരിൽ ഒരു ക്ലബ്ബോ അങ്ങനെ ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയാൽ അത് ഇൻഫോർമൽ ഓർഗനൈസേഷനാണ്. ഫോർമൽ ഓർഗനൈസേഷനും ഇൻഫോർമൽ ഓർഗനൈസേഷനും രണ്ടൊരു വ്യത്യസ്ത ലക്ഷ്യങ്ങളാണ് നേടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുകൊണ്ട് ഫോർമൽ ഓർഗനൈസേഷൻ എപ്പോഴും വളരെ സ്ട്രക്ചേർഡും പ്ലാൻഡുമായിരിക്കും. സ്ഥാപനത്തിൻ്റെ ബിസിനസ് ഒബ്ജക്റ്റീവ് നേടാൻ വേണ്ടിയിട്ടാണത് സെറ്റപ്പ് ചെയ്യുന്നത്. ആ ഒരു ക്ലിയർലി ഡിഫൈൻഡ് ആയിട്ടുള്ള ഹൈരാർക്കി ഉണ്ടാവും. മേൽത്തട്ടിലെ ഉദ്യോഗസ്ഥ മുതൽ താഴെയുള്ള എംപ്ലോയി വരെ ഒരു തട്ടായിട്ടുള്ള ഒരു ശ്രേണി. അതിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻസൊക്കെ നടക്കുക. വളരെ ഫോർമലായ കമ്മ്യൂണിക്കേഷനുകളാണ് നടക്കുക. ഒഫീഷ്യലായ ലാംഗ്വേജ് അവിടെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അവിടെ കൃത്യമായ റോൾസ് ഉണ്ട്. ഓരോ ഡെസിഗ്നേഷനിലും പൊസിഷനിലുമുള്ള ആളുകൾക്ക് കൃത്യമായ റെസ്പോൺസിബിലിറ്റിയും റോളും എല്ലാം ഉണ്ട്. ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ഫോർമൽ ചാനലുകളിലൂടെയായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടക്കുക. റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പോളിസീസും പ്രോഗ്രാംസും ഒക്കെയാണ് അവിടെ ഉള്ളത്. എന്നാൽ ഫോർമൽ ഓർഗനൈസേഷൻ്റെ പ്രത്യേകത അത് കമ്പനി അല്ലെങ്കിൽ കമ്പനി മാനേജ്മെൻറ്റ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഡെലിബറേറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഡെലിബറേറ്റ്ലി ബൈ ദ ഫോർമൽ മാനേജ്മെൻറ്റ് ഓർ ബൈ ദ കമ്പനി. സെക്കൻഡ്ലി, ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് നേടാൻ വേണ്ടിയിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്വൈറ്റ് ലാർജ് ഇൻ സൈസ്. ഫോർമൽ ഓർഗനൈസേഷൻ കമ്പാരിറ്റീവ്ലി വലുതായിരിക്കും. ഇൻഫോർമൽ ഓർഗനൈസേഷനെ പോലെ ചെറുതായിരിക്കില്ല. അതുപോലെ തന്നെ ഇറ്റ് ഈസ് മോർ ഓർ ലെസ് റിജിഡ് ഓർ സ്റ്റേബിൾ. അത് ചിലപ്പം റിജിഡായ ഒന്നായിരിക്കാം, ചിലപ്പം സ്റ്റേബിളായ ഒന്നായിരിക്കാം. താരതമ്യേന അങ്ങനെ തന്നെ ആയിരിക്കാനാണ് ചാൻസ്. കാരണം കമ്പനി ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ ഉടനെ അടുത്ത കാലത്തൊന്നും കമ്പനി മാറ്റാൻ ഇടയില്ല. അതുകൊണ്ടാണ് ഏതാണ്ട് താരതമ്യേന അത് വളരെ റിജിഡും സ്റ്റേബിളുമായിരിക്കാനാണ് ചാൻസ്. ഇറ്റ് മേ കണ്ടിന്യൂ ഫോർ എ വെരി ലോങ് പീരീഡ്. അതൊരു ദീർഘകാലത്തേക്ക് തുടരും എന്നർത്ഥം ഫോർമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ലോങ് ഡ്യൂറേഷനിൽ അത് കണ്ടിന്യൂ ചെയ്യുമെന്നോ അതിനൊരു സ്റ്റെബിലിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ഫോർമൽ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സിൻ്റെ പ്രവർത്തനങ്ങൾ ബിഹേവിയർ ഗൈഡ് ചെയ്യപ്പെടുന്നത് ഫോർമൽ റൂൾസും റെഗുലേഷൻസും കൊണ്ടാണ്. എന്നാൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ അങ്ങനെയല്ല. അതുപോലെ തന്നെ ഫോർമൽ ഓർഗനൈസേഷൻ ഇറ്റ് ഹാസ് എ ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ. വളരെ ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ഫോർമൽ ഓർഗനൈസേഷൻ ഉള്ളത്. വളരെ വ്യക്തമായ, സുവ്യക്തമായ, കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു ഘടനയിലാണ് അത് പ്രവർത്തിക്കുക. ഫോർമൽ ഓർഗനൈസേഷൻ മേക്സ് മോർ യൂസ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷനെ കുറിച്ച് പറയാം. അൺസ്ട്രക്ചേർഡ് ആയിരുന്ന സ്പോണ്ടേനിയസ് ആണ്, സ്വാഭാവികമായി രൂപപ്പെട്ടു വരുന്നതാണ്. അവരുടെ സ്റ്റാഫിൻ്റെ വ്യക്തിബന്ധങ്ങളിലൂടെ അവരുടെ പരിചയങ്ങളിലൂടെയൊക്കെ യാദൃശ്ചികമായി രൂപപ്പെട്ടു വരുന്നതാണ്. എമർജസ് ഫ്രം സോഷ്യൽ ഇൻട്രാക്ഷൻസ്. അല്ലാതെ കമ്പനിയുടെ ഗോൾസോ ഒബ്ജക്റ്റീവ്സോ എയിം ചെയ്തുകൊണ്ട് മുൻകൂട്ടി പ്രീ പ്ലാൻഡ് ആയിട്ട് ഉണ്ടാക്കുന്നതേ അല്ല. ഇനി അൺഒഫീഷ്യലായ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും പലപ്പോഴും ഈ ഇൻഫോർമൽ ഓർഗനൈസേഷനുകൾ സംഭവിക്കുക, ഇൻഫോർമൽ ചാനലുകളിലൂടെ. ഇനി സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. അത് പേഴ്സണൽ കണക്ഷൻസിൻ്റെ ബേസിലാണ് സോഷ്യൽ റിലേഷൻഷിപ്പൊക്കെ സംഭവിക്കുക. ഇനി അതായത് ഇപ്പോൾ വ്യക്തികളുടെ ബന്ധങ്ങളും പരിചയങ്ങളും വെച്ചിട്ടായിരിക്കും, അല്ലാണ്ട് കമ്പനിയുടെ സ്റ്റാഫ് തന്നെ ആവണമെന്നൊരു നിർബന്ധവുമില്ല. ഇനി ഇറ്റ് ഈസ് ക്രിയേറ്റഡ് സ്പോണ്ടേനിയസ്ലി ആൻഡ് നാച്ചുറലി. ഇത് വളരെ സഹജമായിട്ടുണ്ടാകുന്നതാണ്, സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. വളരെ പ്രീ പ്ലാൻഡ് എന്നോ ഒന്നും പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു മീറ്റ് ദ സോഷ്യൽ, കൾച്ചറൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ഓഫ് ദ മെമ്പേഴ്സ്. അവരുടെ കായിക അഭിരുചികൾ, അവരുടെ സാമൂഹ്യമായ മറ്റേതെങ്കിലും താല്പര്യങ്ങളൊക്കെ ആയിരിക്കും അവരെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലേക്ക് നയിക്കുന്നത്. ഇനി ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്മോൾ ഇൻ സൈസ് ആയിരിക്കും. അതായത് ഫോംഡ് വിത്തിൻ ദ ഫോർമൽ ഗ്രൂപ്പ്. ഫോർമൽ ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ ആണ് അത് ഫോം ചെയ്യുക. അത് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ. അത് താരതമ്യേന ഫ്ലെക്സിബിൾ ആയിരിക്കാം. ഇനി ഇറ്റ് മേ നോട്ട് കണ്ടിന്യൂ ഫോർ ലോങ് ബിക്കോസ് മെമ്പേഴ്സ് മേ ഫോം ഓൾട്ടർനേറ്റീവ് ഗ്രൂപ്പ്സ്. കാരണം കുറേ നാൾ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് ആ ഗ്രൂപ്പിൽ താല്പര്യം കുറയുന്ന ആൾക്കാർ അതിൽ നിന്ന് വിട്ടുപോകാം. അങ്ങനെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ ഒരു സ്ഥിര സ്വഭാവമില്ല, കമ്പൽസറി അല്ല. അവിടുത്തെ കാര്യങ്ങളും പ്രവർത്തനങ്ങൾക്ക് ഒരാൾ ചെന്നോളണം എന്ന് നിർബന്ധമില്ല. അയാൾക്ക് വയ്യാതെ വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിരക്കുകൾ വരികയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അയാൾ ഇൻഫോർമൽ ഓർഗനൈസേഷനിലോ ക്ലബിലോ അയാൾ അധികം പോകാതെയാകാം. കമ്പനിയിലെ സ്റ്റാഫൊക്കെ രൂപീകരിച്ചൊരു ക്ലബ്ബായിരിക്കാം, അല്ലെങ്കിൽ സ്പോർട്സ് യൂണിറ്റ് ആയിരിക്കാം. പക്ഷേ അവിടെ അധികം പോകാതെയാകാം ചിലപ്പോൾ മറ്റ് തിരക്കുകൾ വരുമ്പോൾ. ഇനി ബിഹേവിയർ ഓഫ് ദ മെമ്പർ ഈസ് ഗൈഡഡ് ബൈ നോംസ്. അതുപോലെ തന്നെ
നോംസ്, ബിലീഫ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ദ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിനകത്തുള്ള അംഗങ്ങളുടെ വാല്യൂസും കൾച്ചറും ഒക്കെ അനുസരിച്ച് അവരുടെ പെരുമാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അല്പസ്വല്പം മാറിയും ഏറിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ ക്ലിയർ ആൻഡ് വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ. വളരെ ക്ലിയർ ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് സ്ട്രക്ചർ ഉണ്ടാകണമെന്നില്ല ഇൻഫോർമൽ ഓർഗനൈസേഷന് എന്നുള്ളതാണ് മറ്റു പ്രത്യേകത. അതായത് അൺഒഫീഷ്യൽ ആയിരിക്കും എന്നർത്ഥം. അതുപോലെ തന്നെ ഇറ്റ് മേക്സ് മോർ യൂസ് ഓഫ് ദ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനാണ് അത് കൂടുതലും ഉപയോഗപ്പെടുത്തുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ച് പറയാം. തീരുമാനമെടുക്കൽ അല്ലേ, കമ്പനിയിലെ മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഡിസിഷൻ മേക്കിംഗ്. ഐഡൻറ്റിഫൈയിങ് ദ പ്രോബ്ലംസ്. പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞാലാണ് ആ പ്രശ്നത്തിന്മേൽ എന്ത് തീരുമാനമെടുക്കണമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതായത് ഏത് തീരുമാനമെടുക്കുമ്പോഴും അവിടെ നമുക്ക് ഓരോ ഡിസിഷൻ മേക്കിങ്ങും വാസ്തവത്തിൽ ഓപ്പർച്യൂണിറ്റിയുമാണ്, ആ ചാലഞ്ചുമാണ്. അതായത് പുതിയ അവസരങ്ങൾക്ക് ഉള്ള വഴിയുമാണ്, പുതിയ വെല്ലുവിളികളും സൃഷ്ടിക്കാം നമ്മുടെ തീരുമാനങ്ങൾ. തീർച്ചയായിട്ടും അതിനെ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനമാണ്. പ്രോബ്ലംസ് തിരിച്ചറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് തിരിച്ചറിയുക. ആ ഒരു പുതിയ പ്രോജക്റ്റ് വന്നിരിക്കുന്നത് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരേ സമയം അതൊരു ചാലഞ്ചുമാണ്. ഇതിലെ ഓപ്പർച്യൂണിറ്റി എന്താണ്, അതിൽ നിന്ന് നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാം. ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കൂടുതൽ പെയിൻ എടുക്കേണ്ടി വരും, കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരും, അതാണ് ചാലഞ്ച് എന്ന് പറയുന്നത്. സോ എന്തായാലും പുതിയൊരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റിയും ഒപ്പം തന്നെ പുതിയൊരു ചാലഞ്ചുമാണ്. അതുപോലെ തന്നെ ഗ്യാതറിങ് ഇൻഫർമേഷൻ, അതായത് റെലവൻ്റ് ആയിട്ടുള്ള ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കണം. അതുപോലെ ഇവാലുവേറ്റിംഗ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എടുത്തോ പിടിച്ചോ എന്ന രീതിയിൽ വളരെ എടുത്തുചാടിയ ഒരു തീരുമാനം എടുക്കുന്നതല്ല, മറിച്ച് ഇൻഫർമേഷൻസ് അതിനെ സംബന്ധിച്ചുള്ള ഡാറ്റ പ്രസക്തമായ ഡാറ്റ ആയിരിക്കണം കേട്ടോ. എന്തെങ്കിലും ഡാറ്റയല്ല, വളരെ റെലവൻ്റായ ഡാറ്റ കളക്ട് ചെയ്യുകയും ആ കളക്ട് ചെയ്ത ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ വളരെ ഇൻഫോംഡ് ഡിസിഷൻസാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണ് എപ്പോഴും മാനേജ്മെൻറ്റിന് നല്ല കാര്യം. ഇനി നമ്മുടെ മുന്നിൽ ഒന്നിലേറെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവാം, നമ്മുടെ മുന്നിൽ കടന്നു വരാം അല്ലേ. ദർ ആർ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് സോ മെനി ഓൾട്ടർനേറ്റീവ്സ് ഇൻ ഫ്രണ്ട് ഓഫ് അസ്. ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ what we have to do is we have to evaluate all these different types of alternatives. ആദ്യം നമ്മൾ ഈ വ്യത്യസ്തമായ ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, എന്നിട്ട് അതിനെ റാങ്ക് ചെയ്യണം. ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്ക് കൊടുക്കാവുന്ന ഓൾട്ടർനേറ്റീവ് ഏതാണ്, തീർച്ചയായിട്ടും ആ ഓൾട്ടർനേറ്റീവിനെയാണ് നമ്മൾ ചൂസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, പല ഓപ്ഷൻസിനും പല രീതിയിൽ അസസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അതിന് ഓൾട്ടർനേറ്റീവുകൾക്ക് 1, 2, 3 ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അനുസരിച്ച് റാങ്ക് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ പറ്റുക. അസസ്മെൻറ്റിന് ശേഷമാണ് ദെൻ സെലക്ടിങ് എ കോസ് ഓഫ് ആക്ഷൻ. എന്നിട്ട് നമ്മളൊരു കോസ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ചൂസിങ് എ ഫൈനൽ സൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ആൾട്ടർനേറ്റീവ് നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും നമുക്ക് പ്ലസ്സോ മൈനസോ ആകാനിടയുണ്ട് എന്നത് അറിഞ്ഞുകൊണ്ട് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടും വൈസ് ആയിട്ടും ആ ഡിസിഷനിൽ എടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ദെൻ ഇംപ്ലിമെൻറ്റിങ് ദ ഡിസിഷൻ എടുക്കുന്നതിനെ കൊണ്ട് ആ കാര്യമായില്ല, അത് നടപ്പിലാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ്. പുട്ടിങ് പ്ലാൻസ് ഇൻ ടു ആക്ഷൻ. നമുക്ക് ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കാൻ സാധിക്കും, പക്ഷേ ആ പ്ലാനുകൾ നമുക്ക് കർമ്മ പദ്ധതിയാക്കുക, അതിനുവേണ്ടി ഫോളോ അപ്പ് ഒരുപാട് നടത്തേണ്ടി വരും. ഫോളോ അപ്പ് ഇല്ലാതെ വെറുതെ ഒരു ഡിസിഷൻ എടുത്തതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്നുള്ളതാണ്. ഇനി എക്സ്പ്ലെയിൻ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ എന്താണ്? പ്ലാനിങ് പ്രിൻസിപ്പിളിനകത്ത് പ്ലാനിങ് പ്രിൻസിപ്പിൾ ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ്, ഈ രണ്ട് വാക്കുകളും വേറെ ഇൻ്റർചേഞ്ചബിളായിട്ട് ഉപയോഗിക്കുന്നതാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പ്ലാനിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാലും പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാലും ഇത്രയേ ഉള്ളൂ. അതായത് നമ്മൾ പ്ലാനിങ് പ്രോസസ്സ് നടത്തുമ്പോൾ, ബിസിനസ് മാനേജ്മെൻറ്റിൽ പ്ലാനിങ് പ്രോസസ്സ് നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഭരിക്കുന്ന ചിന്തകൾ, പ്രധാനപ്പെട്ട നമ്മളെ നയിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണ്, ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ്, അത് എന്തൊക്കെ ആയിരിക്കണം, അതാണ് പ്ലാനിങ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്ലാനിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാലും പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. അതിൻ്റെ അണ്ടർലൈൻ കോൺസെപ്റ്റ് എത്രയാണ്, നമ്മളെ ഒരു പ്ലാനിങ് ഇഫക്റ്റീവായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ്. നമ്മുടെ പ്ലാനിങ് എപ്പോഴും ഒരു ക്ലാരിറ്റി ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പ്ലാനിങ്ങിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം, വ്യക്തത സ്പെസിഫിസിറ്റി ഉണ്ടാവണം, ഒരു കൃത്യത ഉണ്ടാവണം. ഇന്നത് എന്ന് കൃത്യമായി ചൂണ്ടിക്കാണിച്ച് തൊട്ട് പറയാൻ പറ്റുന്ന രീതിയിലൊരു ക്ലാരിറ്റിയും സ്പെസിഫിസിറ്റിയും ഉണ്ടാവണം. എന്ത് കാര്യത്തെക്കുറിച്ചാണ് പ്ലാൻ ചെയ്യുന്നത്, എങ്ങനെ നടപ്പിലാക്കണം, എപ്പോൾ എവിടെ നടപ്പിലാക്കണം എന്നതിനെക്കുറിച്ചൊക്കെ ഒരു സ്പെസിഫിസിറ്റി നമുക്കുണ്ടാകണം എന്നുള്ളതാണ്. മെഷറബിൾ ആയിരിക്കും നമ്മുടെ പ്ലാനുകൾ. ആ പ്ലാനുകളിലൂടെ കിട്ടാൻ പോകുന്ന റിസൾട്ടുകൾ ഒക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷറബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. അച്ചീവ് ചെയ്യാൻ പറ്റുന്നതുമായിരിക്കണം നമ്മുടെ പ്ലാൻ. അൺഅച്ചീവബിൾ ആയിട്ടുള്ളൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. സോ അച്ചീവബിലിറ്റി,
അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ അലൈൻമെൻറ്റ് വിത്ത് ഗോൾസ്, നമ്മുടെ ഗോൾസുമായിട്ട് അത് ഒത്തുപോകണം എന്നുള്ളതാണ്. നമ്മുടെ കമ്പനിയുടെ ഫൈനൽ ഗോളിലേക്ക് നമ്മുടെ കൊച്ചു കൊച്ചു പ്ലാനുകൾ, വീക്ക്ലി പ്ലാനുകളാണെങ്കിൽ മന്ത്ലി പ്ലാനുകളാണെങ്കിൽ അലൈൻഡായി പോകണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പ്ലാനിങ് പ്രിൻസിപ്പിൾസ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് അഡ്ഹെയറിങ് ടു എസ്റ്റാബ്ലിഷ്ഡ് ഗൈഡ് ലൈൻസ്. അതായത് സ്ഥാപിതമായിട്ടുള്ള ഗൈഡ് ലൈൻസ്, സക്സസ്ഫുൾ പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് കുറേ ഗൈഡ് ലൈൻസ് നമ്മൾ പറയാറുണ്ട്. അതിനോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം, അഡ്ഹെയർ ചെയ്ത് നിൽക്കണം. അതിൻ്റെ പ്രാധാന്യമാണ് പ്ലാനിങ് പ്രിൻസിപ്പിൾസ് നമ്മളോട് പറയുന്നത്. ക്ലാരിറ്റി വേണമെന്ന് പറയുന്നത്, സ്പെസിഫിസിറ്റി വേണമെന്ന് പറയുന്നത്, മെഷറബിൾ ആയിരിക്കണമെന്ന് പറയുന്നത്, അച്ചീവബിൾ ആയിരിക്കണമെന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് നമുക്കറിയാലോ. ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻ ചെയ്യണം. നമ്മളുടെ ക്ലിയർ ആയിട്ടുള്ള ഗോൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ്. ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം അഥവാ ഡാറ്റ കളക്ട് ചെയ്യുക. ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്, പല പല ആൾട്ടർനേറ്റീവ്സ് ഉണ്ടാകും നമ്മുടെ മുൻപിൽ. അതിനെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഇംപ്ലിമെൻറ്റിങ് ദ പ്ലാൻസ്, പ്ലാനിനെ നടപ്പിലാക്കുക എന്നുള്ളത്, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷണൽ ഏരിയാസ് ഏതാണെന്നുള്ളതാണ് മറ്റൊരു ചോദ്യം പറയുന്നത്. അതായത് മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, എങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ്, ഓഫീസ് മാനേജ്മെൻറ്റ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ട്രാൻസ്പോർട്ട് മാനേജ്മെൻറ്റ്, മെയിൻ്റനൻസ് മാനേജ്മെൻറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി, അങ്ങനെ മാനേജ്മെൻറ്റിന് പല ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട്. ഇതൊക്കെ ഫങ്ഷണൽ ഏരിയാസ് എന്നാണ് പറയുന്നത്. മാർക്കറ്റിംഗ് എന്നത് എന്താണ്? പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ സെല്ലിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്നുള്ളത് മാനേജ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേക ഫങ്ഷണൽ ഏരിയയാണ്. കാരണം ഒരുപക്ഷെ കമ്പനിയുടെ നിലനിൽപ്പ് തുടങ്ങുന്നത് തന്നെ മാർക്കറ്റിങ്ങിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. മാർക്കറ്റിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ കമ്പനിയുടെ സർവൈവൽ തീർച്ചയായിട്ടും പ്രതിസന്ധിയിലാകാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ ഫിനാൻസ് ആണ്. മാനേജിങ് ഫിനാൻഷ്യൽ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ദെൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റാണ് മറ്റൊരു കാര്യം. മാനേജിങ് എംപ്ലോയി റിലേഷൻസ്, ദെൻ മാൻ പവർ പ്ലാനിങ് ഉണ്ട്. എംപ്ലോയി റിലേഷൻസ് മാനേജ് ചെയ്യുമ്പോൾ സ്റ്റാഫിങ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എത്ര സ്റ്റാഫിൻ്റെ വേക്കൻസി ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക, റിക്രൂട്ട് ചെയ്യുക, സെലക്ഷൻ നടത്തുക, അവിടെ പ്ലേസ്മെൻറ്റ് കൊടുക്കുക, ട്രെയിനിങ് കൊടുക്കുക, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, വെൽഫെയർ സർവീസ്, സേഫ്റ്റി, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, എല്ലാ കാര്യങ്ങളും ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളതിനകത്ത് വരുന്നുണ്ട്. ഇനി ഓപ്പറേഷൻസ്, എന്തൊക്കെ ഓപ്പറേഷൻസ് ഉണ്ട്? ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്, ഇതൊക്കെ ഓപ്പറേഷൻസാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ, ലോജിസ്റ്റിക്സ് ഉണ്ട്, ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഓഫീസ് മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഓർഗനൈസിങ് ദ ഓഫീസ് വർക്ക്, മേക്കിംഗ് അറേഞ്ച്മെൻറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡിംഗ്, അതായത് കമ്മ്യൂണിക്കേഷൻ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുക. അതായത് എന്താണ്, ചില കാര്യങ്ങളൊക്കെ മീറ്റിങ്ങിൽ മിനിറ്റ്സ് ഇതൊക്കെ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇൻഡെക്സിങ്, അതെല്ലാം ചാർട്ട് ചെയ്യേണ്ടതുണ്ട്. വർക്ക് ഷെഡ്യൂളുകൾ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, പേറോൾ ക്രിയേഷൻ, ഇതൊക്കെ ഓഫീസ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇനി മെറ്റീരിയൽ മാനേജ്മെൻറ്റാണ്. അതായത് മെറ്റീരിയൽസ് മേടിക്കുമ്പോൾ സയൻറ്റിഫിക്കായിട്ട് അത് പർച്ചേസ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെ മിസ്യൂസ് ഉണ്ടാവാതിരിക്കുക, വേസ്റ്റേജ് ഉണ്ടാവാതിരിക്കുക, അഥവാ ഉണ്ടെങ്കിൽ തന്നെ മിനിമം വേസ്റ്റേജ് മാത്രം ആകുക. ഇത് മെറ്റീരിയൽ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ട്രാൻസ്പോർട്ട് മാനേജ്മെൻ്റ് ഉണ്ട്, മെയിൻ്റനൻസ് മാനേജ്മെൻ്റ് ഉണ്ട്. എന്താണ് മെയിൻ്റനൻസ് ബിൽഡിങ്, പ്ലാന്റ്, എക്യുപ്മെൻറ്റ് എന്നിവയ്ക്കൊക്കെ മെയിൻ്റനൻസ് ആവശ്യമാണ്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്ഷനുണ്ട്. ഇനി ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT വിങ് എന്ന് പറയും നമ്മുടെ കമ്പനിയിൽ. മാനേജിങ് ടെക്നോളജി ആൻഡ് ഡാറ്റയും ടെക്നോളജി മാനേജ് ചെയ്യുക. സോ റോൾ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷനിലെ മാനേജ്മെൻറ്റിൻ്റെ റോൾ എന്താണെന്നുള്ളതാണ്. അല്ലെങ്കിൽ നീഡ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ നീഡ് എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്, ഇതൊക്കെയാണ്. മാനേജ്മെൻറ്റ് പ്ലേസ് എ ക്രിട്ടിക്കൽ റോൾ ഇൻ അച്ചീവിങ് ഗോൾസ്, നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട റോളുണ്ടെന്ന് പറയാം. ഡ്രൈവിംഗ് ഓർഗനൈസേഷണൽ സക്സസ്, സ്ഥാപനത്തിൻ്റെ സക്സസ് മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള. അലോക്കേറ്റിംഗ് റിസോഴ്സസ്, മാനേജിങ് റിസോഴ്സസ് ഇഫക്റ്റീവ്ലി, റിസോഴ്സസ് വളരെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത്. മോട്ടിവേറ്റിംഗ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇൻസ്പയറിംഗ് ആൻഡ് എൻഗേജിങ് എംപ്ലോയീസിനെ ഇൻസ്പയർ ചെയ്യുക, അതുപോലെ തന്നെ എൻഗേജ് ചെയ്യുക എന്നുള്ളത്. അതൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക. എപ്പോഴും അവരെ സജീവരായിട്ട് ഉള്ളവരായിട്ട് നിലനിർത്തണമെങ്കിൽ അവർക്ക് പ്രോത്സാഹനവും പ്രചോദനവും കൊടുക്കാൻ, നമുക്ക് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട്, അവരെ ലക്ഷ്യങ്ങളിലേക്ക് അവരെ ഗൈഡ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മാനേജ്മെൻറ്റിന് കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. സോ മാനേജ്മെൻറ്റ് എപ്പോഴും പ്രധാനമാണ്. ഇപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാലും ഇതേ ആൻസറൊക്കെ തന്നെയാണ് എഴുതേണ്ടത്. മാനേജ്മെൻറ്റിൻ്റെ നീഡ് എന്താണെന്ന് ചോദിച്ചാലും, റോൾ ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഏത് ചോദിച്ചാലും വാസ്തവത്തിൽ അതിൻ്റെ ആൻസർ കണ്ടൻറ്റ് ഒരുപോലെയാണ് വരുന്നത്. മേക്കിംഗ് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കുക, അതും മാനേജ്മെൻറ്റിൻ്റെ റോള് തന്നെയാണ്. ഇൻഫോംഡ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ
അഡാപ്റ്റിംഗ് ടു ചേഞ്ച്, മാറ്റങ്ങളോട് പൊരുത്തപ്പെടുക എന്നുള്ള സ്ഥാപനം. റെസ്പോണ്ടിങ് ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ചേഞ്ച്, ഇൻറ്റേർണൽ ചേഞ്ചും എക്സ്റ്റേണൽ ചേഞ്ചും ഒക്കെ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കമ്പനിക്കകത്തും പുറത്തുമുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഡീലിങ്സിലുമൊക്കെ അപ്പോൾ മാറ്റങ്ങളുണ്ടാകും. സോ അതിനോട് നമുക്ക് പ്രതികരിക്കണം. സ്റ്റാഫിൻ്റെ പഴയ സ്റ്റാഫ് പോയി പുതിയ സ്റ്റാഫ് വരിക, അതൊരു അകത്ത് നടക്കുന്ന ഇൻറ്റേർണൽ ചേഞ്ചാണ്. അതുപോലെ തന്നെ പഴയ ടെക്നോളജി മാറ്റി നമ്മൾ പുതിയ ടെക്നോളജി കൊണ്ടുവന്നു, നമ്മുടെ കമ്പനിക്കുള്ളിൽ പുതിയൊരു പ്ലാൻ ലേഔട്ട് കൊണ്ടുവന്നു. ഇതൊക്കെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ചേഞ്ചസാണ്, അതിനോട് അഡാപ്റ്റ് ആവുക എന്നുള്ളത്. അതുപോലെ എക്സ്റ്റേണൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരുന്നതല്ല, എൻവയോൺമെൻറ്റിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഗവൺമെൻറ് പോളിസി മാറുന്നത്, കോമ്പറ്റീഷൻ, പുതിയ ഒരു കോമ്പറ്റീറ്റർ കടന്നു വരുന്നത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പുതിയ ടെക്നോളജിക്കലായിട്ടുള്ള കാര്യം ലോകത്തെമ്പാടും ഉണ്ടായി വരുന്നത്, ഇതൊക്കെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചേഞ്ചസാണ്. ഇതിനോടൊക്കെ നമ്മൾ അഡാപ്റ്റ് ആവുക എന്നുള്ളത് ഇതിലൊക്കെ മാനേജ്മെൻറ്റിന് വലിയ റോളുണ്ട്. നമുക്ക് മാനേജ്മെൻറ്റ് ഇല്ല, തൊഴിലാളികൾ മാത്രമാണെങ്കിൽ ഇതിലൊന്നിലും ഒരു ചുവട് പോലും അവർ മുന്നോട്ട് കടന്നു പോകില്ല. അവരവരുടെ നിത്യം ചെയ്യുന്ന പണികൾ ചെയ്ത് മുന്നോട്ട് പോവുകയുള്ളൂ. തൊഴിലാളികൾ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം ചിന്തിക്കുന്നതേയില്ല. സോ മാനേജ്മെൻറ്റ് ആവശ്യമാണ്. മാനേജ്മെൻറ്റ് ഈസ് നീഡഡ് ഫോർ ദ ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിൻ്റെ ഫലപ്രദമായ ഉപയോഗപ്പെടുത്തലിന് മാനേജ്മെൻറ്റ് ആവശ്യമാണ്. ഇത് ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ചെയ്തെടുക്കുക. കാരണം സ്റ്റാഫ് ഉണ്ടായിട്ട് കാര്യമില്ല, ആ സ്റ്റാഫിന് അപ്പോഴുണ്ടാവുന്ന ടെക്നോളജിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റ് കോമ്പറ്റീറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരുടെ ചിന്താശേഷിയും പ്രവർത്തനശേഷിയും വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി അവർക്ക് മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുക, ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കുക, കോൺഫറൻസുകൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. ഇനി ഗ്രോത്ത് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ദ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് ഉണ്ടാക്കുക, ബിസിനസ് പ്രോസ്പെരിറ്റി ഉണ്ടാക്കുക. സോ മാനേജ്മെൻറ്റ്, ഇതിനൊക്കെ മാനേജ്മെൻറ്റ് ആവശ്യമാണ്. മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇതൊന്നും പോസിബിൾ ആവില്ല എന്നുള്ളതാണ്. സോ മീറ്റിംഗ് ഓഫ് ചാലഞ്ചസ് ഓഫ് ചേഞ്ച്, അതായത് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു വലിയ ചാലഞ്ചാണ്. ആ ചാലഞ്ചിനെ നമ്മൾ മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇന്നൊവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുത്തൻ കണ്ടുപിടുത്തങ്ങളാണ് ഇന്നൊവേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോൾവിങ് ഓഫ് ബിസിനസ്സിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എഫിഷ്യൻസി, കാര്യക്ഷമത, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ടാക്ലിംഗ് ഓഫ് കോമ്പറ്റീഷൻ ടാക്കിൾ ചെയ്യുക എന്നുള്ളത്, കാരണം മത്സരക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിയുക, ഇതൊക്കെ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിലാണ് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആക്ച്വലി നമ്മുടെ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു.